നമുക്ക് ബെറി സ്റ്റിച്ച് അല്ലെങ്കിൽ ഡബിൾ ലേസി ഡേസി സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ 6 strandsലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ചെറിയൊരു ലേസി ഡേസി സ്റ്റിച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇവിടുന്ന് തന്നെയാണ് വീണ്ടും നമുക്ക് നീഡിലെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിൽ നിന്നും കുറച്ചുകൂടി വലിയൊരു ലേസി ഡേസി സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുറത്തെ ലേസി ഡേസി സ്റ്റിച്ച് തയ്ക്കുമ്പം കുറച്ചൊന്ന് വിടർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നാലേ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലേസി ഡേസി നമുക്ക് കാണത്തുള്ളൂ. കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബെറി സ്റ്റിച്ച്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ബെറി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഫ്ലവറാണ്. ഇതിലിപ്പോൾ ഞാൻ 2 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നർ ലേസി ഡേസിക്ക് വേറൊരു കളറും ഔട്ടർ ലേസി ഡേസിക്ക് വേറൊരു കളറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എഴുതാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.